നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ മിക്കവാറും നമ്മുടെ LED ബൾബുകളായിരിക്കും അത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ LED ബൾബുകൾ വാങ്ങിക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന പല പ്രശ്നങ്ങളാണ് നമ്മളിന്ന് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് വന്ന് ചോദിക്കുന്ന ഒരു വിഷയമാണ് ഈ LED ബൾബുകളുടെ ക്വാളിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, നല്ലതാണോ മോശമാണോ എന്നെങ്ങനെ അറിയാൻ വേണ്ടി പറ്റും, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനകത്ത് സാധാരണ ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം അത് നോക്കുക എന്ന് പറയുന്നത് അതിനകത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് പല രീതിയിലും. അപ്പോൾ അതിനകത്ത് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ക്വാളിറ്റി ഉള്ളതാണോ അല്ലോ എന്നുള്ളത് നോക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ LED ബൾബുകൾ, അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമേ നമുക്ക് ഇൻഹാൻസ്ഡ് ലൈറ്റുകൾ, അതായത് നമ്മുടെ ഫിലമെൻറ്റ് ബൾബുകളായിരുന്നു. അതിന് ശേഷം പിന്നീട് നമുക്ക് CFL ലൈറ്റുകൾ വന്നു. അത് വന്നപ്പോൾ കുറച്ചുകൂടെ കറണ്ട് ചാർജ് കുറയുന്ന കുറച്ചുകൂടി എഫിഷ്യൻസി ഉള്ള ലൈറ്റുകളായിരുന്നു. അതിനെ കഴിഞ്ഞ് വളരെയധികം എഫിഷ്യൻസി ഉള്ള ലൈറ്റുകളാണ്, അല്ലെങ്കിൽ കറണ്ട് ചാർജ് നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ലൈറ്റുകളാണ് ഈ LED ബൾബുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ LED ബൾബുകൾ ആദ്യമേ ഇറങ്ങിയ സമയത്ത് നമ്മൾ വാങ്ങിക്കാനായിട്ട് ഒരു LED ബൾബ് 850 രൂപ വരെ അതിന് ആദ്യ കാലങ്ങളിൽ ഫസ്റ്റിൽ ഇറങ്ങിയ സമയത്ത് അതിന് റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് 650, 550 അങ്ങനെ കുറഞ്ഞ് താഴേക്ക് വരുവാണ് ചെയ്തത്. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ, അതായത് 850 രൂപ മുതൽ ഒരു 150 രൂപ വരെ വരുന്ന കാലഘട്ടത്തിൽ ഇറക്കിയിരുന്ന ബൾബുകളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളായിരുന്നു. അപ്പോൾ ഈ 850 രൂപ കൊടുത്ത് നമ്മളൊന്നൊരു ബൾബ് വാങ്ങിച്ചാൽ, ഒരു LED ബൾബ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് ഏകദേശം ഒരു 3 വർഷമൊക്കെ നമുക്ക് വാറണ്ടി കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് അത് 2 ഇയറായി, പിന്നെ 1 ഇയറായി. ഇപ്പം വാറണ്ടി ഇല്ലാത്ത ബൾബുകളും വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് വാറണ്ടി കുറച്ചുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചാൽ ക്വാളിറ്റി കുറയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തുള്ള സത്യം. അപ്പോൾ എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ആൾക്കാർ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എവിടെയാണ് ക്വാളിറ്റിയിലുള്ള വ്യത്യാസം വരുന്നത്, എങ്ങനെയാണ് ഇതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും ഒരു വലിയ സംശയം തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം 4 LED ബൾബുകൾ 100 രൂപയ്ക്ക് വരെ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് വാറണ്ടി ഇല്ലാത്ത ബൾബുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 4 LED ബൾബുകൾ 100 രൂപയ്ക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പം ഈ 850 രൂപയ്ക്കൊക്കെ ആദ്യമേ വിറ്റുകൊണ്ടിരുന്ന സംഭവം ആളുകൾ പറയുന്നത് ഇപ്പോൾ ഈ 4 എണ്ണം 100 രൂപയ്ക്ക് അത്രയും താഴേക്ക് വരുമ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത്, ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ ബൾബിനകത്തുള്ളത് LED മൊഡ്യൂളും. അതായത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതുണ്ടോ, ഇതാണ് അപ്പോൾ നമ്മളൊരു LED ബൾബ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് നമ്മൾ ഊരിക്കളയുകയാണെങ്കിൽ ഇത് മാറ്റി കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നിട്ട് ഫസ്റ്റിൽ നമ്മൾ കാണുന്നത് ഈ മൊഡ്യൂളാണ്. ഇതിനകത്ത് നമ്മൾ കാണുന്നത് കണ്ടോ, നമുക്ക് ശരിക്കും അടിച്ച് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഇതാണ് മൊഡ്യൂൾ എന്ന് പറയുന്ന സംഭവം. ഇത് നമ്മൾ ഊരി മാറ്റിയാൽ ഇത് കണ്ടു, ഇത് ഞാൻ മാറ്റി കാണിക്കുക. ഇത് ഞാൻ അഴിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് മാറ്റി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കുറച്ച് സർക്യൂട്ട് സംഭവങ്ങളുണ്ട്. ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹോൾഡറിൻ്റെ ഭാഗമാണ് ഇത് കണ്ടോ, അത് അലുമിനിയം ഒക്കെയാണ്. അപ്പോൾ അത് നമ്മളങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും സംഭവമാണ് വരുന്നത്. ഇത് എൻ്റെ കാണുന്ന ഈ സംഭവം ഇത് LED മൊഡ്യൂളും, അതേപോലെ തന്നെ ഇതിന് പുറകോട്ട് വരുന്ന ഭാഗം ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷനുമാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ പവർ സപ്ലൈയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുണ്ടോ, ഞാൻ ശരിക്കും അടുപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഈ പവർ സപ്ലൈ നോക്കുവാണെങ്കിൽ ഇതുണ്ട്, ഈ സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇതിനകത്ത് വരുന്ന ചോക്കെന്ന് പറയും, അല്ലെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്ഫോർമറാണിത്. ട്രാൻസ്ഫോർമറുണ്ട്, അതേപോലെ തന്നെ ഇതിനകത്ത് ഫിൽറ്റർ കപ്പാസിറ്ററുകളുണ്ട്, ഇതിനകത്ത് MOV ഉണ്ട്. അങ്ങനെ എല്ലാ സർക്യൂട്ടുകളൊക്കെ വെച്ച് അതിൻ്റെ ഇങ്ങേ വശത്ത് നമ്മൾ നോക്കുക, ഇത് കണ്ടോ ചിപ്പുകൾ, ഇത് IC ഉണ്ട്, അതുപോലെ തന്നെ റെക്ടിഫയറും ഒക്കെ വെച്ചിട്ട് ഇതിങ്ങനെ ഒരു ബോർഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബോർഡ് വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എത്രയാണെങ്കിലും ഇതിലേക്ക് ഒരു ഹൈ വോൾട്ടേജുകളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം തടഞ്ഞ് നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ബോർഡിൻ്റെ ഒന്നാമത്തെ ഒരു ഉപയോഗം. അതേപോലെ തന്നെ ഈ ബോർഡ് വെച്ച് നമ്മളിത് കൊടുക്കുമ്പോൾ ഈ ഒരു LED ബൾബ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിന് തെളിയാനായിട്ട് ഒരു നിശ്ചിത വോൾട്ടേജ് വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ LEDക്ക് വോൾട്ടേജ് കിട്ടിയാൽ മതി, അതായത് ആംബിയർ ഇതിനൊരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ എഫിഷ്യൻസി കൂടുതൽ കാണിക്കുന്നതിൻ്റെ കാരണം ഇതിന് കറണ്ട് അധികം എടുക്കുന്നില്ല. ഇതിന് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നല്ല പ്രകാശം പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏതെങ്കിലും കാരണവശാൽ ഈ LED ഓരോ മൊഡ്യൂളിനകത്ത് ഈ ഓരോരോ LED ബൾബുകളിലേക്കും ചെല്ലുന്ന വോൾട്ടേജ്, അതുപോലെ തന്നെ അതിൻ്റെ ആംബിയർ അത് ഇത്രയാകാൻ പാടുള്ളൂ എന്ന് അതിന് കൃത്യമായിട്ടുള്ള ഒരളവുണ്ടാവും. അപ്പോൾ ഈ സാധാരണ ഇതേപോലെയുള്ള ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് കൃത്യമായിട്ട് ഇതിനകത്തേക്ക് പോകേണ്ട വോൾട്ടേജും ആംബിയറും കറക്റ്റായിട്ട് നമുക്ക് ഈ പവർ സപ്ലൈ, അതായത് ഇതിനകത്ത് നമ്മൾ ആദ്യമേ ഇവിടുന്ന് വരുന്ന നമ്മുടെ AC-നെ ആദ്യമേ നമ്മൾ ഇതിനകത്ത് നിന്ന് DC ആക്കും. അതിനുശേഷം അതിനെ ഹൈ ഫ്രീക്വൻസി ആയിട്ട് ഓസിലേറ്റ് ചെയ്യിപ്പിച്ച് വീണ്ടും അതിനെ ഈ ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു AC ആയിട്ട് കൊണ്ടുവന്നിട്ട് അതിനെ വീണ്ടും ഫിൽറ്റർ ചെയ്ത് DC ആക്കി കൃത്യമായിട്ടൊരു വോൾട്ടേജ്, അതായത് ഇപ്പോൾ ഇതിന് വേണ്ടത് 5 വോൾട്ടാണെങ്കിൽ കൃത്യം 5 ആയിരിക്കും. 4.9 5.1 പോലും ആവില്ല, കൃത്യം 5-ൽ നിൽക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് കൊടുക്കുന്ന ചോക്ക് അല്ലെങ്കിൽ അതിൻ്റെ പവർ സപ്ലൈ യൂണിറ്റാണ് നമ്മൾ ഈ കാണുന്ന ഈ യൂണിറ്റ്.
ഇത് വെച്ചായിരുന്നു ഒരു 150 രൂപ വരെ റേറ്റിലുണ്ടായിരുന്ന LED ബൾബുകളായിരുന്നപ്പോൾ ഇത് ഇറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ചോക്ക് നോക്കുമ്പോൾ നല്ല വെയിറ്റ്, അത്യാവശ്യം വെയിറ്റ് സംഭവം ഇതിനുണ്ടാവും. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിരിക്കും. ഇതൊരു 2, 3, 4 അല്ലെങ്കിൽ 5 വർഷമൊക്കെ വരെ ഉപയോഗിച്ചാലും ഈ LED ബൾബുകളൊന്നും ഡാമേജ് ആയി പോവില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ചോക്ക് കൃത്യമായിട്ടും വോൾട്ടേജും കാര്യങ്ങളും എല്ലാം നിയന്ത്രിച്ചായിരിക്കും ഇതിലേക്ക് വിടുന്നത്. അപ്പോൾ നിങ്ങളിപ്പം നോക്കുവാണെങ്കിൽ ഇപ്പോൾ വരുന്ന നമുക്കൊരു LED ഞാൻ കാണിച്ചു തരാം. ബൾബ് ഇത് കണ്ടോ, ഇപ്പോൾ വരുന്ന മോഡൽ LEDയുടെ ബോർഡാണ് ഇത് കണ്ടത്. ഞാൻ നോക്കിയതുണ്ടോ, ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതുണ്ട്, ഇതുപോലെ ഒരു ചെറിയ ഒരു മൊഡ്യൂൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കണ്ടോ. ഇതിനകത്ത് വേറെ പവർ സപ്ലൈ യൂണിറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. ഞാൻ വേറെ നിങ്ങളെ കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ഇതിനകത്ത് പവർ സപ്ലൈ യൂണിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ചുമ്മാ വെറുതെ പ്ലെയിൻ മൊഡ്യൂളാണ്. ഇപ്പം വരുന്ന മിക്കവാറും എല്ലാ LED ബൾബുകളും ഇങ്ങനെയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാറണ്ടി കൊടുക്കുന്നില്ലാത്തത്. കാരണം ഇത് പെട്ടെന്ന് അടിച്ചു പോകും. ഇതുണ്ടോ, ഇതിന് ഈ അലുമിനിയത്തിൻ്റെ ഈ ഒരു പീസ് മാത്രമേ ഇതിന് ബൈക്കിലുള്ളൂ. ഇതുണ്ടോ, ഈ വെറുതെ അലുമിനിയത്തെ പിടിപ്പിച്ചിരിക്കും. ഇതിനകത്ത് ആ പവർ സപ്ലൈ, ഞാൻ പറഞ്ഞ പവർ സപ്ലൈ യൂണിറ്റോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അത് ചെറിയൊരു ചിപ്പ് മാത്രം കൊടുത്തിട്ട് ഇതിലേക്ക് വെറുതെ കണക്ഷൻ കൊടുത്തിരിക്കുക. അപ്പോൾ ഈ LEDയിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ വരും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് വന്നാലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചെറിയ വോൾട്ടേജ് തെളിയുന്ന സംഭവമാണല്ലോ LED ബൾബ്. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് കണക്ഷൻ വന്നു കഴിയുമ്പം നമുക്കിപ്പം ഒരു വയറിംഗ് ആണെങ്കിൽ അതിനകത്ത് ഒരു വയർ നമ്മൾ LED ബൾബിലോട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിലും ആ പോകുന്ന വയറിനോട് ചേർന്ന് അതിനോട് പാരലായിട്ട് സഞ്ചരിക്കുന്ന ആ ഓസിനകത്ത് ആ ബൾബിലോട്ട് പോകുന്ന അതിൻ്റെ സ്വിച്ച് ഓഫ് ആണെങ്കിലും അതിലോട്ട് പാരലായിട്ട് അതേ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു സ്വിച്ച് ഇടുകയോ ആ സ്വിച്ച് ഇടുമ്പോൾ അതേ കൂടെ ഏതെങ്കിലും ഒരു വയറിൽ കൂടി കറണ്ട് ഒഴുകുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ വയറിൽ നിന്ന് മറ്റേ വയറിലേക്ക് ഇൻഡക്റ്റ് ചെയ്യപ്പെടും. ഇൻഡക്റ്റ് ചെയ്യുക എന്ന് പറയുന്നാൽ ഒരു വയറിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ആ കുഴലിനകത്തൂടെ പോകുന്ന അടുത്ത മറ്റേ വയറിലേക്ക് ഇത് ഇൻഡക്റ്റ് ചെയ്യപ്പെടും. അതായത് അതേ നിങ്ങോട്ട് ചാടി കടക്കും. അപ്പോൾ അങ്ങനെ കടക്കുമ്പോൾ വലിയ ഹൈ ആയിട്ടുള്ള നമ്മൾ തൊട്ട് നമുക്ക് കറണ്ടൊന്നും അടിക്കത്തൊന്നുമില്ല. പക്ഷേ നല്ല വോൾട്ടേജ് നമ്മൾ നോക്കിയാൽ അതിലുണ്ടാവും, വോൾട്ടേജ് കാണിക്കും. പക്ഷേ ആംബിയർ വളരെ കുറവായിരിക്കും. ഈ LED ബൾബുകൾക്ക് തെളിയാനായിട്ട് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കണക്ഷൻ ചെന്ന് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ശരിക്കും ആംബിയറിൻ്റെ ആവശ്യമില്ല. ചെറിയ വോൾട്ടേജ് കിട്ടിക്കുന്നത് തന്നെ അപ്പം തന്നെ തെളിയും. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ ലൈറ്റ് സ്വിച്ച് ഇടാതെ തന്നെ തെളിയുന്നു. പലയിടത്തും പല വീടുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സ്വിച്ച് ഇടാതെ തന്നെ ലൈറ്റ് തെളിയുന്ന കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഈ ലൈറ്റുകൾ പലയിടത്തും പല വീട്ടിലും ചെറിയ പ്രകാശത്തിൽ എപ്പോഴും തെളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ കിടക്കുന്നതിന് മെയിനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പല കാര്യങ്ങളും വരാം, പക്ഷേ ഒരു പ്രധാന കാര്യമാണ് ഇത്തരത്തിലുള്ള ഈ LED ലൈറ്റുകളുടെ വരവ്. അപ്പം നമ്മൾ ഇപ്പം ട്യൂബ് ലൈറ്റുകൾക്കകത്താണെങ്കിൽ അങ്ങനെയുള്ള ട്യൂബുകളൊക്കെ ഉണ്ടല്ലോ. ഈ ട്യൂബ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ LED വെച്ചിട്ടുള്ള പഴയ ട്യൂബ് ലൈറ്റിന് പകരം വന്ന LED വെച്ചിട്ടുള്ള ലൈറ്റുകൾ നീളത്തിരിക്കുന്ന ട്യൂബ് പോലെ ഇരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ വലിയ നല്ല ബോർഡുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ട്യൂബ് ലൈറ്റുകൾ സാറിന് ഇത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, സ്വിച്ച് ഇടാതെ തെളിയുന്നത് കാണാറില്ല സാറിന് ഇത് ട്യൂബ് ലൈറ്റുകൾ. അതിൻ്റെ കാരണം വെച്ചാൽ ഈ ട്യൂബുകൾക്കകത്ത് ഇപ്പോഴും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് സംഭവം, ഈ തട്ടിപ്പ് സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും ട്യൂബുകൾക്കകത്ത് ഇതേപോലെയുള്ള ഈ നല്ല ബോർഡുകൾ വെച്ചിട്ട് അതിനെ കൃത്യമായിട്ടുള്ള വോൾട്ടേജ് ഒക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം തന്നെയാണ് ഇതുണ്ട്. ഇതിനകത്ത് ട്രാൻസ്ഫോർമറുണ്ട്, മൂവിങ് കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഇതിൻ്റെ ഓസിലേഷൻ സംഭവം എല്ലാം ഉണ്ട്. അപ്പോൾ പഴയ കാലത്ത് നമുക്ക് ഈ 150-200 രൂപയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ബൾബിനകത്തുള്ള ആ സെറ്റപ്പ് എല്ലാം ഇപ്പം നമ്മുടെ ട്യൂബുകൾക്കകത്താണെങ്കിൽ ഉണ്ട്. അതുകൊണ്ടാണ് ആ സംഭവം ട്യൂബ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഈ മങ്ങി തെളിയുന്ന സംഭവമൊന്നും വരാതെ തന്നെ കാരണം. അപ്പോൾ ഈ മങ്ങി തെളിയുന്ന ആ സംഭവം നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി ഈ ട്യൂബ് സ്വിച്ചൊക്കെ പിടിപ്പിച്ചിട്ട് ഞാനിപ്പം ഈ കഴിഞ്ഞ ദിവസം ഒത്തിരി ആൾക്കാർ ഇതിനെപ്പറ്റി എന്നെ സംശയം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ കണ്ട ഒരു കാര്യമാണ് ട്യൂബ് സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ഈ ലൈറ്റുകൾ മങ്ങി തെളിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അതിന് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണെന്ന് പറഞ്ഞ്. പക്ഷേ അത് വളരെ മണ്ടത്തരമാണ് ആ ചാനലിനകത്ത് കണ്ടത്. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം. അതിനകത്ത് എന്താ പ്രശ്നം ഉണ്ടാകുന്നതെന്നുള്ളത് ഞാൻ കാണിച്ച് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ അത് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ അത് നമുക്ക് അത്യാവശ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്യൂബ് സ്വിച്ച് വെച്ച് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാനത് കൃത്യമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്കത് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മളിപ്പോൾ നമ്മുടെ വിഷയം അതല്ല, നമ്മൾ ഈ LED കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ കണ്ടതുകൊണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ LED ബൾബുകൾ ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഈ ചോക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കൊണ്ട് ഇറക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ മെയിനായിട്ടും ഉള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ വേറെ അടുത്ത വീഡിയോ, ഇനിയിപ്പോൾ മറ്റൊരു വീഡിയോ
ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കമൻറ്റുകൾക്കും കാര്യങ്ങൾക്കും എല്ലാം ഉള്ള മറുപടി കൃത്യമായിട്ട്. അപ്പം കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി നമ്മുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒത്തിരി പണിയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എനിക്ക് കമൻറ്റുകളും കാര്യങ്ങളും ഇതിനെല്ലാം മറുപടി തരാൻ അത് നോക്കാനുള്ള സമയം വളരെ പരിമിതമായിട്ടുള്ള സമയമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് എൻ്റെ വർക്കുകളും കാര്യങ്ങളും നടത്തിയതിന് ശേഷം മിച്ചം വരുന്ന സമയം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാത്തിനും മറുപടി കൃത്യമായിട്ട് ഇടാത്തതിൻ്റെ കാരണം. അപ്പോൾ എല്ലാം കമൻറ്റുകൾ ഞാൻ അത്യാവശ്യം എല്ലാം നോക്കി പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് എല്ലാത്തിനും മറുപടി, കാരണം ഇത് ടെക്നിക്കലായിട്ടുള്ള സംഭവമല്ലേ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വേണമല്ലോ അതിന് മറുപടി തരാൻ. അല്ല ചുമ്മാ മറ്റുള്ളവർ പറയുന്ന കൊണ്ട് തന്നെ നമുക്ക് വെറുതെ എന്തെങ്കിലും എഴുതി വിട്ടാലും പോരല്ലോ. പിന്നെ ഇത് എഴുതി കമൻറ്റ് വിടുക എന്ന് പറഞ്ഞാൽ കുറേ ടൈം എടുക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ. എനിക്ക് പലരും കമൻറ്റ് ഇടുമ്പോൾ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ ഒരാൾ വേണ്ടേ മറുപടി എഴുതാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ അതിനകത്തുള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ടാണെങ്കിലും ഞാൻ കമൻറ്റുകളെല്ലാം വായിക്കുന്നുണ്ട് നിങ്ങളുടെ. അതേപോലെ തന്നെ അതിനുള്ള മറുപടി ആണെങ്കിലും ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോയ്ക്ക് ഞാനെല്ലാം ഓർത്ത് വെക്കുന്നുണ്ട്. കമൻറ്റുകൾ ഇടുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവരുടെ കാര്യങ്ങളും ഞാൻ ഓർത്ത് വെക്കുന്നുണ്ട്. ഞാൻ ഉറപ്പായിട്ടും അതിനെല്ലാം ഉള്ള മറുപടി ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ കൂടി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുക ഇതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതേപോലെ ഈ റേറ്റ് കുറച്ചിട്ട് ഉള്ള സംഭവങ്ങൾ വാങ്ങിക്കുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ വാറണ്ടി കിട്ടണം നിങ്ങൾക്ക്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. നിങ്ങൾക്ക് ഇത് റേറ്റ് കുറച്ച് കിട്ടിയാലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല. വാറണ്ടി ഉള്ള സാധനം വാങ്ങിക്കാവുള്ളൂ. അപ്പോൾ ഈ ലൈറ്റ് ഇതുപോലത്തെ ബൾബുകൾ നിങ്ങൾ 3 എണ്ണം 100 രൂപയോ 4 എണ്ണം 100 രൂപയോ എത്രയായാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വാറണ്ടി ഒന്ന് കിട്ടണം. പിന്നെ രണ്ടാമത് ഇതിനകത്തുള്ള ഉപയോഗിക്കുന്ന LED മൊഡ്യൂളുകളുണ്ടല്ലോ, അതിന് ഈ ചോക്കെടുത്ത് കളഞ്ഞ് ക്വാളിറ്റി കുറച്ച് കൊണ്ട് തന്നെ ഈ മൊഡ്യൂളിൽ ഉപയോഗിച്ചിരിക്കുന്ന LED ബൾബുകളുണ്ടല്ലോ, ഈ ഓരോ ബൾബുകൾ ഇതിന് ഓരോന്നിനും ക്വാളിറ്റി കുറച്ചിട്ടും കൂടിയാണ് അവർ ഇറക്കുന്നത്. അപ്പം ഇത് പെട്ടെന്ന് അടിച്ചു പോകും. കാരണം പഴയ കാലത്ത് നമ്മൾ ഈ ഇൻകാൻസെൻറ്റ് ലാമ്പ് മറ്റേ ഈ ലൈറ്റ് ഉണ്ടല്ലോ, ബൾബുണ്ടല്ലോ, അത് പഴയ കാലത്ത് ആദ്യം ഇറക്കിയപ്പോൾ അത് ഇങ്ങനെ വിറ്റിട്ടും കംപ്ലയിൻ്റ് ഒന്നും വരാതിരുന്നപ്പോൾ അവർ മനഃപൂർവ്വം അതിൻ്റെ ഫിലമെൻ്റ് ഉണ്ടാക്കുന്നതിന് ചെറിയ കൂട്ടിനത് ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് ഇതിന് കംപ്ലയിൻറ്റ് വരുന്ന രീതിയിലുണ്ടാക്കി സെയിൽ ചെയ്ത പിന്നെയാണ് ഇവരുടെ ബിസിനസ് മെച്ചപ്പെട്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യം. ഇതിനകത്ത് ബിസിനസ് മെച്ചപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ എണ്ണം വിൽക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവർ ഉണ്ടാക്കി ഇറക്കുകയാണ്. പിന്നെ കോമ്പറ്റീഷനും ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ ആൾക്കാർ ഏത് സംഭവം കിട്ടിയാലും നമ്മൾ വാങ്ങിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് നമ്മളിപ്പം നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനം നമ്മൾ വില കൂടുതൽ കൊടുത്ത് എടുക്കാനായിട്ട് ആളുകൾ തയ്യാറാകുന്നില്ല. ക്വാളിറ്റി കുറഞ്ഞ സാധനം വില കുറച്ച് കിട്ടുന്നതാണ് ആൾക്കാർ നോക്കുന്നത്. അതും അങ്ങനെ ഒരു പ്രോത്സാഹനം കമ്പനിക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് സംഭവം പോവുകയാണ്. അപ്പോൾ അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ ലൈറ്റുകൾ ഇറക്കുമ്പോൾ നമ്മൾ ക്വാളിറ്റി ആയിട്ട് ചോക്കോ അതുപോലെ ഈ ബോർഡൊക്കെ വെച്ച് നല്ല ക്വാളിറ്റി ആയിട്ട് ഇറക്കുന്ന ആ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം. അതും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ 10, 15, 20 രൂപയ്ക്ക് കിട്ടുന്ന ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ ഈ ചോക്കോ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ ബോർഡൊന്നും ഇല്ലാത്ത വെറുതെ യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത്. അപ്പം കുറച്ച് പൈസ കൂടുതൽ കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ മറ്റേതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റ് കമ്പനിക്കാരും അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതിൻ്റെ തന്നെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക് താല്പര്യം എന്നുള്ളത് എല്ലാ കമ്പനികൾക്കും ഒന്ന് മനസ്സിലാകുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി ക്വാളിറ്റി കുറയ്ക്കാതെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ ഇറക്കാനായിട്ട് തയ്യാറാവും. അപ്പോൾ അങ്ങനെ ഇറക്കുമ്പോൾ ആ കമ്പനികളുടെ സാധനം വാങ്ങിക്കാൻ നമ്മളും തയ്യാറാകുകയാണെങ്കിൽ അതിനൊരു പ്രോത്സാഹനമാകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വിപണിയിൽ തന്നെ മൊത്തത്തിൽ ഓൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും ഒരുപാട് ക്വാളിറ്റി താഴോട്ട് പോകാതിരിക്കാനായിട്ട് ഈ നമ്മളുടെ ആ ഒരു കാഴ്ചപ്പാട് ഇടവരുത്തും. അപ്പം നമ്മൾ നല്ല സാധനങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാലും ക്വാളിറ്റി ഉണ്ടെങ്കിൽ വില അല്പം കൂടുതലാണെങ്കിലും അത് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു LED ബൾബ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല വെയിറ്റൊക്കെ ഉള്ളതും അതേപോലെ തന്നെ ഒരു 3 വർഷം ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഒരു 2 വർഷമെങ്കിലും വാറണ്ടി ഉള്ളതുമായിട്ടുള്ള ബൾബുകൾ വാങ്ങിക്കാനായിട്ട് നോക്കുക. നിങ്ങൾ ഈ 1 ഇയർ വാറണ്ടിയുള്ള ബൾബ് മേടിച്ചാൽ മിക്കവാറും സാറിന് ഇതിൽ ഇപ്പം ഞാൻ ഒക്കെ വാങ്ങിച്ചിട്ടാണെങ്കിലും 1 ഇയർ വാറണ്ടിയുള്ള ബൾബൊക്കെ മേടിക്കുകയാണെങ്കിൽ മിക്കവാറും അത് ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും മിക്കവാറും അടിച്ചു പോകാനായിട്ടാണ് സാധ്യത. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ പൈസ കൊടുത്തിട്ടാണെങ്കിലും വാറണ്ടി കൂടുതലുള്ള 2 വർഷമോ 3 വർഷമോ വാറണ്ടി കിട്ടുന്ന ബൾബുകൾ കിട്ടുവാണെങ്കിൽ അത്തരത്തിലുള്ളത് വാങ്ങിക്കാനായിട്ട് നോക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.